ഹായ്, അതുണ്ടല്ലോ ഇന്ന് വാനില ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അത് ക്യാരറ്റ് ഹൽവയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്കിവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു, കണ്ടൻസ് മിൽക്ക് ഉണ്ടായിരുന്നു, വാനില എസൻസ് ഇവിടെ പിന്നെ ഉണ്ടായിരുന്നു, പഞ്ചസാര ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബാണല്ലോ ഇപ്പം നമ്മുടെ പാചക പുസ്തകം. അപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്ലെൻഡർ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പണിയെടുക്കാതെ മൂലയ്ക്ക് ഇരിക്കുമായിരുന്നു. അപ്പം വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വാനില എസൻസ് ഒഴിക്കുക. പിന്നെ പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കണ്ടൻസ് മിൽക്ക് കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ തന്നെ നല്ല മധുരം തോന്നിയായിരുന്നു. അതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ. ഇത്ര പരിപാടിയുള്ളൂ, കഴിഞ്ഞു. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വിപ്പ് ചെയ്ത് എടുത്ത് എത്രയും നമുക്ക് ഫ്ലഫി ആക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അത് കഴിഞ്ഞിട്ടൊരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു വെക്കുക. പ്ലാസ്റ്റിക് ആണെങ്കിലും മതി, ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു വെച്ചു. എന്നിട്ട് നേരെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നേരെ ഫ്രീസ് ചെയ്യാൻ വെക്കും. ഒരു 6 to 8 hours വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ 8 hours വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ, ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക. പണ്ട് ഈ സാധനമൊക്കെ നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ചിങ്ങവനത്തുള്ളവർക്കാണെങ്കിൽ അറിയാം, അവിടെ ഒരു ഫൈൻ ബേക്കറി ഉണ്ട്. അവിടെയാണ് നമുക്ക് ശരിക്കും ആദ്യം ഷേക്കും അതുപോലെ ഇങ്ങനെ ഫ്രൂട്ട് സലാഡും ഒക്കെ കിട്ടിയത്. പണ്ട് ഇതൊക്കെ ബേക്കറിയിൽ മാത്രം വാങ്ങാൻ കിട്ടുന്ന സാധനമായിരുന്നു. ഇപ്പോൾ പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക, എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വാങ്ങാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ അന്നൊക്കെ അത് ഭയങ്കര നൊസ്റ്റാൾജിയായിരുന്നു. കാരണം വല്ലപ്പോഴും ഒരു ദിവസം കഴിക്കാൻ വേണ്ടി മാത്രം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സും, ചിപ്സ് എന്ന് പറയുമ്പോൾ കേട്ടോ, കുറച്ച് നട്ട്സും സിറപ്പും, ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ച്. എന്നിട്ട് ഇന്നിവിടെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവൾക്ക് പരീക്ഷിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. യെസ്, അപ്രൂവ്ഡ്. അതെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ബൈ.